ഹായ് മക്കളെ. അപ്പൊ എല്ലാവർക്കും വിങ്സ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബയോളജിയിലെ ആദ്യത്തെ ചാപ്റ്ററുമായിട്ടാണ്. അതിലത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് പഠിപ്പിക്കാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, നമ്മുടെ കഴിഞ്ഞ 10ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കുകൾ ഒന്നുമല്ല ഈ പ്രാവശ്യമുള്ളത്. എല്ലാം എന്തായിട്ടുണ്ട്, പുതിയ ടെക്സ്റ്റ് ബുക്കുകളാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ബയോളജിയിലും ഒരുപാട് കണ്ടന്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൂട്ടിയിട്ടുണ്ട് കേട്ടാ. ഓരോ ചാപ്റ്ററിലും എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ചാപ്റ്ററിന്റെ ലെങ്ത് ഒക്കെ കൂടിയിട്ടുണ്ട്, കണ്ടന്റുകൾ കൂടിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും നമ്മൾ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യും, ബയോളജി പഠിക്കും. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ജെനറ്റിക്സ് ഓഫ് ലൈഫ് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ജീവന്റെ ജനിതകം എന്നാണ് പറയുന്നത്. അപ്പോ അതിലത്തെ ഒരു ചെറിയ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഞാൻ ചോദിക്കട്ടെ, ഈ ജെനറ്റിക്സ് അല്ലെങ്കിൽ നമ്മുടെ ജനിതകം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഓർമ്മയിലേക്ക് എന്തായിരിക്കും വരിക? എന്തായിരിക്കും മക്കളെ വരിക? ജെനറ്റിക്സ് അല്ലെങ്കിൽ ജനിതകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും, ചിലരാണെങ്കിൽ നമ്മൾ DNA എന്ന് പറയും, ചിലർ പറയും ജീനുകളാണെന്ന് പറയും, അല്ലെ? ഇങ്ങനെയൊക്കെ ആയിരിക്കും പലർക്കും ഓർമ്മയുണ്ടാവുക, അല്ലെ? ജെനറ്റിക്സ് അല്ലെങ്കിൽ ജനിതകം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന വാക്കുകളാണ് DNA അല്ലെങ്കിൽ ജീനുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഈ ജീൻ അല്ലെങ്കിൽ എന്താണ് ഈ DNA എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഈ പറഞ്ഞ സാധനങ്ങൾ പഠിക്കണം, അല്ലെ? എങ്കിൽ ആ ഒരു ബേസ് നമുക്ക് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇനി പറയുന്ന ടോപ്പിക്കിലേക്ക് കടക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം, എന്താണ് ഈ DNA അല്ലെങ്കിൽ എന്താണ് ഈ ജീൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുകൾ കൊണ്ടാണ്, അല്ലെ? കോശങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്, അല്ലെ? അവർ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് എന്നറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്, അല്ലെ? ഈ സെല്ലിൽ അല്ലെങ്കിൽ ഒരു കോശത്തിൽ, ഞാൻ ഇപ്പൊ നോക്കിയേ, അതെ, ഒരു സെല്ല് വരയ്ക്കുകയാണ് കേട്ടാ. ഇതാണ് നമ്മുടെ ഒരു സെൽ എന്ന് വിചാരിക്കാം. ഇതാണ് ഒരു കോശം. ഈ കോശത്തിന്റെ ഉള്ളില് എന്തുണ്ടാകും? നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ സെല്ലുകൾ പഠിച്ചിട്ടില്ലേ? സെല്ലിന്റെ ഉള്ളിൽ എന്താണുള്ളത്? ന്യൂക്ലിയസ്, അല്ലെ? മർമ്മം ഉണ്ടാകും. ഇതാണ് എന്തെന്ന് പറയുന്നത്? മർമ്മം, അല്ലെ? ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ്, മർമ്മം. നമ്മള് ഈ മർമ്മത്തെ എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തെടുക്കണം കേട്ടോ. അതേ നോക്കിയേ, ഇത് ന്യൂക്ലിയസ് പുറത്തേക്ക് എടുത്തു, സെല്ലിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്തു. ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ കാണപ്പെടുന്നത് ഒരു നെറ്റ്വർക്ക് കാണപ്പെടുവല്ല. നമ്മൾ വരയ്ക്കുമ്പോൾ ഇതിങ്ങനെയല്ലേ വരയ്ക്കുന്നത്? ഒരു നെറ്റ്വർക്ക് വരയ്ക്കൂലേ? ഇതാണ് നമ്മുടെ ക്രൊമാറ്റിൻ റെട്ടിക്കുലം എന്ന് പറയുന്നത്, ക്രൊമാറ്റിൻ ജാലിക എന്നൊക്കെ പറയൂലേ. അപ്പൊ നമ്മുടെ സെല്ലിന്റെ ഉള്ളിൽ ആരുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിനുള്ളിൽ ആരുണ്ട്? ക്രൊമാറ്റിൻ റെട്ടിക്കുലം, ക്രൊമാറ്റിൻ ജാലികയുണ്ട്. ഇനി നോക്കിയേ, ഈ ക്രൊമാറ്റിൻ ജാലിക ഇത് ലൂസായി കിടക്കുന്ന, അല്ലെ? നെറ്റ്വർക്ക് പോലെ കിടക്കുന്നതാണ് എന്ത്? ക്രൊമാറ്റിൻ ജാലിക. അത് ചുരുങ്ങി കണ്ടൻസ് ചെയ്ത് കംപ്രസ് ചെയ്ത് ഉണ്ടാകുന്ന ഒരു സ്ട്രക്ചർ ആണ് നമ്മുടെ ക്രോമോസോം. ഈ ഒരു പിക്ചർ കണ്ടിട്ടുണ്ടാവും, അല്ലെ? ഇതേപോലെ ഇരിക്കും. ഈ പറഞ്ഞ ക്രൊമാറ്റിൻ റെട്ടിക്കുലം കംപ്രസ് ചെയ്ത് ചുരുങ്ങിയാൽ ഉണ്ടാകുന്ന സ്ട്രക്ചർ ആണ് ഏതെന്ന് പറയുന്നത്? ക്രോമോസോം. കണ്ടാ? ക്രോമോസോം. ഇതാണ് ക്രോമോസോം എന്ന് പറയുന്നത്. ഇനി ഈ ക്രോമോസോമിനെ അഴിച്ചാൽ ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് കംപ്രസ് ചെയ്തിരിക്കുകയായിരിക്കും, അല്ലെ? ഈ ക്രോമോസോമിനെ അഴിച്ചാൽ നമുക്ക് കിട്ടുന്ന സ്ട്രക്ചർ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആയിരിക്കും. ഇതാണ് നമ്മുടെ ക്രോമോസോമിനെ അഴിച്ചാൽ നമുക്ക് കിട്ടുന്ന സ്ട്രക്ചർ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? DNA എന്ന് പറയുന്നത്. ഇതാണ് DNA. അപ്പൊ മനസ്സിലായില്ലേ? ഏതാണ്? സെല്ല്. സെല്ലിനുള്ളിൽ ആരുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിനുള്ളിൽ എന്തുണ്ട്? ക്രൊമാറ്റിൻ റെട്ടിക്കുലം, ക്രൊമാറ്റിൻ ജാലികയുണ്ട്. അതിനെ എടുത്തു കഴിഞ്ഞാൽ, അതായത് ഈ ക്രൊമാറ്റിൻ റെട്ടിക്കുലം കംപ്രസ് ചെയ്താൽ ചുരുങ്ങിയാൽ ഉണ്ടാകുന്ന സ്ട്രക്ചർ ആണ് ഏതെന്ന് പറയുന്നത്? ക്രോമോസോം എന്ന് പറയുന്നത്. ഇനി ക്രോമോസോമിനെ നമ്മൾ അഴിച്ചാൽ കിട്ടുന്ന സ്ട്രക്ചർ ആണ് DNA. അപ്പൊ ക്രോമോസോമിന്റെ ഉള്ളിലാണ് ആരിയ്ക്കുന്നത്? DNA ഇരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി അടുത്തത് എന്താണ് ജീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ DNA ഒരു സെഗ്മെന്റ്, ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ജീൻ എന്ന് പറയുന്നത്. ജീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് DNA. DNA ഒരു ഭാഗമാണ് ഏത്? ജീൻ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ നമുക്ക് എവിടെയാണ് ജീൻ കാണപ്പെടുന്നത്, എവിടെയാണ് DNA കാണപ്പെടുന്നതൊക്കെ എന്റെ മക്കൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഇതാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ബേസ് എന്ന് പറഞ്ഞാൽ ജീൻ അല്ലെങ്കിൽ DNA എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ ഏത് ടോപ്പിക് ആണ് എന്ന് ചോദിച്ചാൽ, നമ്മൾ ടോപ്പിക്കിന്റെ പേരാണ് സ്ട്രക്ചർ ഓഫ് DNA. DNA ഘടന എന്ന് പറയുന്നത്. DNA നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ 2 ടൈപ്പ് ന്യൂക്ലിക് ആസിഡ് ആണ് ഉള്ളത്.
നമ്മുടെ ശരീരത്തില് 2 ടൈപ്പ് ന്യൂക്ലിക് ആസിഡ്സ് ഉണ്ട്. അതാണ് നമ്മുടെ ഒന്ന് DNA-യും മറ്റൊന്ന് RNA-യുമാണ്. അതിലെ DNA ആണ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത്. DNA ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ് എന്തിന്റെ ഫുൾ ഫോം? DNA ഫുൾ ഫോം എന്ന് പറയുന്നത്. നോക്കിയേ, DNA പിക്ചർ ഇതേപോലെ ആയിരിക്കും ട്ടാ കാണപ്പെടുന്നത്. ഈ ഒരു മോഡലിനെ വിളിക്കുന്ന പേരാണ് ഡബിൾ ഹെലിക്കൽ മോഡൽ എന്ന് പറയും. അപ്പൊ DNA മോഡൽ എന്താണ്? ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഡബിൾ ഹെലിക്കൽ മോഡൽ ആണ്. എന്താണ് ഈ ഡബിൾ ഹെലിക്കൽ മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഈ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് 2 പടികൾ കാണാൻ പറ്റും. 2 പടികളല്ല, സോറി, 2 പിടികൾ, അതായത് 2 സ്ട്രാൻഡുകൾ കാണാൻ പറ്റും. കണ്ടാ, DNA-ക്ക് എന്തുണ്ട്? 2 സ്ട്രാൻഡുകൾ ഉണ്ട്, 2 ഇഴകളുണ്ട്, 2 ഇഴകൾ. അപ്പൊ ഡബിൾ ആണ്, ഡബിൾ ഹെലിക്കൽ മോഡൽ. മലയാളത്തിൽ പറയുന്നത് ചുറ്റുഗോവണി മാതൃക എന്നാണ്. എന്താണ്? ചുറ്റുഗോവണി മാതൃക. അപ്പൊ DNA സ്ട്രക്ചറിന്റെ പേര് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ഡബിൾ ഹെലിക്കൽ മോഡൽ അല്ലെങ്കിൽ ചുറ്റുഗോവണി മാതൃക എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഈ പറഞ്ഞ DNA ഇതേപോലെ ചുറ്റുഗോവണി അല്ലെങ്കിൽ ഇതേപോലെയാണ് ഇരിക്കുന്നത്, ഡബിൾ ഹെലിക്കൽ മോഡൽ പോലെയാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞത് ആരാണ് അത് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാല് 2 സയന്റിസ്റ്റുകളാണ്. അതാണ് നമ്മുടെ ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക്. നമുക്ക് ഷോർട്ട് ആയിട്ട് എന്ത് പറയാം? വാട്സൺ ആൻഡ് ക്രിക്ക് എന്ന് പറയാം അല്ലെ. ആരാണ് കണ്ടുപിടിച്ചത്? ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും കൂടെയാണ് എന്ത്? നമ്മുടെ DNA സ്ട്രക്ചർ ഡബിൾ ഹെലിക്കൽ മോഡൽ ആണ്, ചുറ്റുഗോവണി മാതൃകയിലാണ് നമ്മുടെ DNA ഇരിക്കുന്നത് എന്ന് കണ്ടുപിടിച്ചത്. അപ്പൊ നമ്മള് മോഡൽ പഠിച്ചു അല്ലെ. ഇനി DNA നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. നോക്കിയേ, ആദ്യം നമുക്ക് എന്ത് പറയാം? സ്ട്രാൻഡുകൾ പറയാം. അതായത് ഈ പറഞ്ഞ ഇഴകൾ, 2 ഇഴകൾ, 2 ഉണ്ടെന്ന് പറഞ്ഞില്ലേ, 2 ഇഴകൾ ഉണ്ട് അല്ലെ. അത് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഷുഗറും ഫോസ്ഫേറ്റും കൊണ്ടാണ് സ്ട്രാൻഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ 2 ഇഴകൾ, 2 പിടികൾ ഉണ്ടായിട്ടുള്ളത് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഷുഗറും ഫോസ്ഫേറ്റും, പഞ്ചസാരയും ഫോസ്ഫേറ്റും ചേർന്നിട്ടാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്? സ്ട്രാൻഡുകൾ, 2 ഇഴകൾ ഉണ്ടായിട്ടുള്ളത്. ഇനി റങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പടികൾ കണ്ടാ, ഈ പടികൾ നിങ്ങള് കണ്ടാ, ഈ പടികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റങ്സ് എന്ന് പറയുന്നത്. ആ റങ്സ് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? പെയറിംഗ് ഓഫ് നൈട്രജൻ ബേസസ് പെയർ ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്തിരിക്കുന്നത്? ഈ പറഞ്ഞ പടികൾ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ എന്താണ്? 2 ഇഴകൾ ഉണ്ട് അല്ലെ, 2 സ്ട്രാൻഡുകൾ ഉണ്ട്. ആ സ്ട്രാൻഡുകൾ നിർമ്മിച്ചിരിക്കുന്ന എന്തുപയോഗിച്ചിട്ടാണ്? പഞ്ചസാര, ഷുഗറും അതേപോലെ തന്നെ ഫോസ്ഫേറ്റും ഉപയോഗിച്ചിട്ടാണ്. ഇനി അടുത്തത് റങ്സ്, അതായത് പടികൾ. നടുക്ക് കാണില്ലേ, ആ പടികൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പെയറിംഗ് ഓഫ് നൈട്രജൻ ബേസസുകളെ പെയർ ചെയ്ത് ഉണ്ടായിട്ടുള്ളതാണ് ഇത് നമ്മുടെ റങ്സ് എന്ന് പറയുന്നത്, ആ പടികൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കിയതേ, DNA നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, DNA ബേസ് എന്താണ്? ന്യൂക്ലിയോടൈഡ്സ് എന്നാണ്. അപ്പൊ DNA is composed of ന്യൂക്ലിയോടൈഡുകൾ ചേർത്ത് വെച്ചാണ് എന്തുണ്ടായിട്ടുള്ളത്? നമ്മുടെ DNA സ്ട്രക്ചർ ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ DNA ഉണ്ടായിട്ടുള്ളത് എന്ന് പറയാം. DNA is composed of ന്യൂക്ലിയോടൈഡ്സ് എന്നാണ് ആൻസർ പറയേണ്ടത്. ഓക്കെ, അടുത്ത നോക്കിയേ, അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ ന്യൂക്ലിയോടൈഡ്. നോക്കിയേ, ഇതാണ് ന്യൂക്ലിയോടൈഡ്. ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. നോക്കിയേ, എന്തൊക്കെയുണ്ട്? ഈ വട്ടത്തിലിരിക്കുന്ന ആളെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഫോസ്ഫേറ്റ് എന്ന് വിളിക്കും. അതേപോലെ നോക്കിയേ, ഈ ഒരു ഷേപ്പ്, ആ ഒരു ഷേപ്പാണ് ഇത് നമ്മുടെ പെന്റോസ് ഷുഗർ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഷുഗർ എന്ന് പറഞ്ഞില്ലേ, പഞ്ചസാര. ഇതാണ് നമ്മുടെ പെന്റോസ് ഷുഗർ എന്ന് പറയാൻ കാരണം, പെന്റോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5, അതായത് 5 കാർബൺ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് അതിന് എന്തെന്ന് വിളിക്കുന്നത്? പെന്റോസ് ഷുഗർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, 5 കാർബൺ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് അതെന്ത്? പെന്റോസ് ഷുഗർ ആയിട്ടുള്ളത്. ഓക്കെ, അടുത്ത നോക്കിയേ, നൈട്രജൻ ബേസ്. ഇതാണ് നമ്മുടെ ഡി എന്ന് പറഞ്ഞില്ലേ നമ്മൾ റങ്സ് ഉണ്ടായിട്ടുള്ളത്, നൈട്രജൻ ബേസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ന്യൂക്ലിയോടൈഡ്. DNA നിർമ്മിച്ചിരിക്കുന്ന ഘടകം ചോദിച്ചാൽ ഏത് പറയാം? ന്യൂക്ലിയോടൈഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ DNA ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ,
അടുത്ത നോക്കിയേ, ന്യൂക്ലിയോടൈഡിനെ കുറിച്ചിട്ടാണ് നേരത്തെ പറഞ്ഞത് തന്നെയാണ് പറയുന്നത്. എന്താണ്? ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് DNA. DNA അടിസ്ഥാന നിർമ്മാണ ഘടകം ആണ് ആര്? നമ്മുടെ ന്യൂക്ലിയോടൈഡ്. ഒന്നുമില്ല, നേരത്തെ പറഞ്ഞ സിമ്പിൾ ആയിട്ട് പറഞ്ഞത് തന്നെ. എന്താണ്? DNA നിർമ്മിച്ചിരിക്കുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാണ്? നമ്മുടെ ന്യൂക്ലിയോടൈഡുകൾ നേരത്തെ കാണിച്ചു തന്നില്ലേ, ആ ന്യൂക്ലിയോടൈഡ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ. Each nucleotide is composed of a deoxyribose sugar, a phosphate group and a nitrogen base. എന്താണ്? ഒരു ന്യൂക്ലിയോടൈഡിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? ഒരു ഫോസ്ഫേറ്റ്, എന്താണ്? ഒരു പെന്റോ ഷുഗർ, ഡിയോക്സി റൈബോസ് ഷുഗർ, പിന്നെന്താണ്? നൈട്രജൻ ബേസ്. ഇതാണ് എന്തെന്ന് പറയുന്നത്? ന്യൂക്ലിയോടൈഡിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട്. അടുത്ത നോക്കിയടാ, അടുത്തത് എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ചും കൂടെ എന്താണ് ഓരോന്നിന്റെ ഡെഫിനിഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഫോസ്ഫേറ്റ്. ഫോസ്ഫേറ്റ് എന്തിനു സഹായിക്കുന്നുണ്ട്? പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബോണ്ട്സ് ദാറ്റ് ലിങ്ക് ന്യൂക്ലിയോടൈഡ്സ് ടുഗദർ. നമ്മുടെ ന്യൂക്ലിയോടൈഡ്സിനെ ലിങ്ക് ചെയ്ത് നിർത്താൻ, അതായത് DNA ഒരു ന്യൂക്ലിയോടൈഡ് അല്ലല്ലോ ഉണ്ടാവുക, ഒരുപാട് ന്യൂക്ലിയോടൈഡുകൾ ചേർത്താണ് എന്തുണ്ടായിട്ടുള്ളത്? DNA നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോ ഈ ന്യൂക്ലിയോടൈഡുകളെ ലിങ്ക് ചെയ്യാനായിട്ട്, ബോണ്ടുകൾ ഫോം ചെയ്യാനായിട്ടാണ്, ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബോണ്ടുകൾ എന്ത് ചെയ്യും? ഉണ്ടാവും. അതായത് ബോണ്ട് വെച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഓരോ ന്യൂക്ലിയോടൈഡിനെയും ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ പിക്ചർ ഒന്ന് നോക്കിയേ, കണ്ടാ? ഓക്കെ, ഇതാണ് എന്തെന്ന് പറയണത്? ഫോസ്ഫേറ്റ്. ഇതാണ് നമ്മുടെ പെന്റോ ഷുഗർ. ഇതാണ് ഒരു സ്ട്രാൻഡിന്റെ നൈട്രജൻ ബേസ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു ന്യൂക്ലിയോടൈഡ്. ഇപ്പൊ നോക്കിയേ, ഫോസ്ഫേറ്റ് കണ്ടാ? ഫോസ്ഫേറ്റുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ന്യൂക്ലിയോടൈഡുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന, ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. കേട്ടാ? ന്യൂക്ലിയോടൈഡുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന, ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത് ആരാണ്? ഫോസ്ഫേറ്റ് ആണ്. ഫോസ്ഫേറ്റ് ആണ് അപ്പൊ എന്തിനു സഹായിക്കുന്നത്? ന്യൂക്ലിയോടൈഡുകൾ തമ്മിൽ ലിങ്ക് ചെയ്യാനായിട്ട്, ബോണ്ട് വെച്ച് ലിങ്ക് ചെയ്യാൻ സഹായിക്കുന്നത് ഏതാണ്? ഫോസ്ഫേറ്റ് ആണ്. നോക്കിയേ, അടുത്തത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടാ. ഈ വട്ടത്തിൽ കാണപ്പെടുന്നത്, നമ്മളെപ്പോഴും വട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഫോസ്ഫേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, സർക്കിൾ വരച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്ത നോക്കിയേ, ഷുഗർ. ഷുഗർ, ഡിയോക്സി പെന്റോ ഷുഗർ. നമ്മളെ DNA അടങ്ങിയിട്ടുള്ള ഷുഗർ ഏതാണ് എന്ന് ചോദിച്ചാൽ ഏത് പറയണം? ഡിയോക്സി പെന്റോ ഷുഗർ. എന്താണ്? ഡിയോക്സി റൈബോസ് പെന്റോ ഷുഗർ. ഡിയോക്സി റൈബോസ് പെന്റോ ഷുഗർ ആണ് എന്തിൽ അടങ്ങിയിട്ടുള്ളത്? നമ്മുടെ DNA അടങ്ങിയിട്ടുള്ള പഞ്ചസാര. ഷുഗർ ഏതാന്ന് ചോദിച്ചാൽ ഏത് പറയണം? ഡിയോക്സി റൈബോസ് പെന്റോസ് ഷുഗർ. അത് എന്തുകൊണ്ടാണ് പെന്റോസ് എന്ന് വിളിക്കുന്നത് പറഞ്ഞില്ലേ? എന്താണ്? 5 കാർബൺ ഉള്ളത് കൊണ്ട്, 5 കാർബൺ അടങ്ങിയ ഷുഗർ ആയതുകൊണ്ടാണ് അതിന് എന്തെന്ന് വിളിക്കുന്നത്? പെന്റോസ് ഷുഗർ എന്ന് പറയുന്നത്. ഓക്കെ. ഷുഗർ മോളിക്യൂളിന്റെ സ്ട്രക്ചർ ഇതേപോലെ നമ്മൾ എങ്ങനെയാ? ഇതേപോലെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടാ. അടുത്തതാണ് നമ്മുടെ നൈട്രജൻ ബേസസ്. നൈട്രജൻ അടങ്ങിയിട്ടുള്ളതാണ്, കണ്ടെയ്ൻ നൈട്രജൻ ആൻഡ് ഓൾസോ ആൽക്കലൈൻ കോമ്പൗണ്ട്. ഒരു ക്ഷാര ഗുണമുള്ള ഒരാളാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ നൈട്രജൻ ബേസ് എന്ന് പറയുന്നത്. ആൽക്കലൈൻ കോമ്പൗണ്ട് ആണ് ഏത്? നൈട്രജൻ ബേസ്. ഇത് മൂന്നും കൂടെ ചേർന്നാലാണ് എന്തെന്ന് പറയാം നമ്മൾ അതിനെ? ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ആ ന്യൂക്ലിയോടൈഡ് വെച്ചിട്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്? DNA ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമ്മുടെ DNA അടങ്ങിയിട്ടുള്ള നൈട്രജൻ ബേസ്, 4 ടൈപ്പ് നൈട്രജൻ ബേസ് ആണ് നമ്മുടെ DNA കാണപ്പെടുന്നത്. എത്ര തരം കാണപ്പെടുന്നുണ്ട്? 4 ടൈപ്പ് നൈട്രജൻ ബേസുകൾ ഉണ്ട്. ഏതൊക്കെയാണ് നോക്കിയത്? അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ. ഏതൊക്കെയാണ്? അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ. അങ്ങനെ 4 ടൈപ്പ് നൈട്രജൻ ബേസുകളാണ് നമ്മുടെ DNA ഉള്ളത്. നോക്കിയടാ, ഇപ്പൊ നോക്കിയേ, ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം കേട്ടാ. ഒരു ഫോസ്ഫേറ്റ്, ഒരു ഷുഗർ മോളിക്യൂൾ, ഒരു നൈട്രജൻ ബേസ്, ഒരു ന്യൂക്ലിയോടൈഡ്. നമുക്കറിയാം ന്യൂക്ലിയോടൈഡ് വെച്ചിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? DNA നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, ഇവിടെ അഡിനിൻ അടങ്ങിയ നൈട്രജൻ ബേസ് ആണ് ഉള്ളത്, അഡിനിൻ അടങ്ങിയ ന്യൂക്ലിയോടൈഡ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് എന്തുണ്ടാവും? വേറൊരു ന്യൂക്ലിയോടൈഡ് ഉണ്ടാവുമല്ലോ, അല്ലെ? നോക്കിയേതേ, വേറെ ഒരു ന്യൂക്ലിയോടൈഡ് ഇവിടെ വരുന്നത് ഇങ്ങനെയായിരിക്കും കേട്ടോ വരാ. ഇവിടെ അഡിനിൻ ആണെങ്കിൽ ഇപ്പുറത്ത് വരേണ്ട നൈട്രജൻ ബേസ് ഏതായിരിക്കും? അഡിനിൻ ആണെങ്കിൽ അപ്പുറത്ത് പെയർ ചെയ്ത് വരുന്ന നൈട്രജൻ ബേസ് എപ്പോഴും ആരായിരിക്കും? തൈമീൻ ആയിരിക്കും. ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു ഭാഗത്ത് നൈട്രജൻ ബേസ് അഡിനിൻ ആണെങ്കിൽ അപ്പുറത്ത് അതിനെ പെയർ ചെയ്യാൻ ജോഡിയായിട്ട് വരുന്നത് ഏതായിരിക്കും? തൈമീൻ ആയിരിക്കും. അപ്പൊ എപ്പോഴും അഡിനിൻ ആരായിട്ട് പെയർ ചെയ്യുന്നുള്ളൂ? തൈമീൻ ആയിട്ടേ പെയർ ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അടുത്തത്
അങ്ങനെയാണെങ്കിൽ അടുത്ത ആള് സൈറ്റോസിൻ ആണെന്ന് വിചാരിക്കാം. സൈറ്റോസിൻ ആണ്. ആ സൈറ്റോസിൻ ആണെങ്കിൽ ഇപ്പുറത്ത് വരുന്നത് ആരായിരിക്കും? ഇപ്പുറത്ത് വരുന്നത് പെയർ ചെയ്യാൻ വരുന്നത് ആരായിരിക്കും? ഗ്വാനിൻ ആയിരിക്കും. ആരാണ്? ഗ്വാനിൻ. അപ്പൊ എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? അഡിനിൻ എപ്പോഴും ആരായിട്ടേ പെയർ ചെയ്യുന്നുള്ളൂ? തൈമിൻ ആയിട്ട് പെയർ ചെയ്യുള്ളൂ. അതേപോലെ സൈറ്റോസിൻ ആരായിട്ട് പെയർ ചെയ്യുള്ളൂ? ഗ്വാനിൻ. ഹൈഡ്രജൻ ബോണ്ടുകൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? പെയർ ചെയ്യുന്നത് കേട്ടോ. ഹൈഡ്രജൻ ബോണ്ടുകൾ വെച്ച് ഇവരെന്ത് ചെയ്യും? പെയർ ചെയ്യും. അപ്പൊ മനസ്സിലായില്ലേ? നമ്മളെ പടികളായിട്ട് കാണപ്പെടുന്നത് ഇതാണ് കേട്ടാ. പടികളായിട്ട് കാണപ്പെടുന്നത് ഈ ഭാഗമാണ്. ഓക്കെ, റങ്സ് എന്ന് പറയുന്നത്. അപ്പോ 4 നൈട്രജൻ ബേസസ് ഉണ്ട്. ഏതൊക്കെയാണ്? അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ. അതിൽ അഡിനിൻ എപ്പോഴും തൈമിൻ ആയിട്ടും സൈറ്റോസിൻ എപ്പോഴും ഗ്വാനിൻ ആയിട്ടും മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? പെയർ ചെയ്യുന്നുള്ളൂ. അത് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ഇതേ ആ ഒരു സ്ട്രക്ചർ ആണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടാ. സൈറ്റോസിൻ, ഗ്വാനിൻ, അഡിനിൻ, തൈമിൻ ആയിട്ട്, തൈമിൻ ആണെങ്കിൽ അപ്പുറത്ത് അഡിനിൻ വരും, സൈറ്റോസിൻ, ഗ്വാനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഓക്കെ, ഇതേപോലെ ആയിരിക്കും നമ്മുടെ DNA സ്ട്രക്ചർ. നോക്കിയേ, അടുത്തതാണ് നമ്മുടെ സ്ട്രക്ചർ ഓഫ് RNA. RNA സ്ട്രക്ചർ എന്താണ്? ഈ RNA DNA ഫുൾ ഫോം എന്തായിരുന്നു? ഡിയോക്സി റൈബോസ് ന്യൂക്ലിക് ആസിഡ് എന്നാണ് പറഞ്ഞത്. RNA ഫുൾ ഫോം ആണ് റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ്. അവിടെ എന്തില്ല? ഡിയോക്സി ഇല്ല, റൈബോ ന്യൂക്ലിക് ആസിഡ്. അപ്പോ അതെ, നമ്മൾ DNA വരച്ചപ്പോ എന്താണ്? നമ്മൾ 2 സ്ട്രാൻഡ് വരച്ചു അല്ലെ? DNA വരച്ചത് ഇതേപോലെ മോഡലായിരുന്നു. പക്ഷേ RNAക്ക് 2 സ്ട്രാൻഡ് ഇല്ല, 2 ഇഴകളില്ല, ആകെ ഒരൊറ്റ ഇഴയുള്ളൂ. ഇങ്ങനെ ഒരൊറ്റ ഇഴ മാത്രമുള്ള ഒരു സ്ട്രക്ചർ ആണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ RNA എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു ഡിഫറൻസ് കിട്ടിയില്ലേ? അപ്പൊ DNAയും RNAയും കമ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ ഡിഫറൻസ് ചോദിച്ചാലോ നമുക്ക് ഒന്നാമത്തെ ഡിഫറൻസ് എന്ത് പറയാൻ പറ്റും? DNA is made up of 2 strands. 2 ഇഴകളുണ്ട്. പക്ഷേ RNAക്ക് എന്താണ്? ഓൺലി 1 സ്ട്രാൻഡ്, ഒരു ഇഴ മാത്രമേ ഉള്ളൂ. ഇനി അടുത്തൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാല് DNA അടങ്ങിയിട്ടുള്ള ഷുഗർ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ഡിയോക്സി റൈബോസ് ഷുഗർ ആണ്. ഡിയോക്സി റൈബോസ് പെന്റോ ഷുഗർ എന്നൊക്കെ പറയാം. ഡിയോക്സി റൈബോസ് ഷുഗർ ആണ് DNA അടങ്ങിയിട്ടുള്ളത്. പക്ഷേ RNA അടങ്ങിയിട്ടുള്ളത് ഏതാണ്? റൈബോസ് ഷുഗർ. റൈബോസ് ഷുഗർ ആണ് നമ്മുടെ RNA അടങ്ങിയിട്ടുള്ളത്. അപ്പൊ പഞ്ചസാരയിൽ വ്യത്യാസമുണ്ട്. DNA ആണെങ്കിൽ അത് ഡിയോക്സി റൈബോസ് ഷുഗർ ആണ്, RNA ആണെങ്കിൽ അത് വെറും റൈബോസ് ഷുഗർ എന്നാണ്. ഓക്കെ, അടുത്ത നോക്കിയാൽ മെയ്ഡ് അപ്പ് ഓഫ് റൈബോസ് ഷുഗർ. നമ്മുടെ DNA ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടാ. DNA ഷുഗറിന്റെ പേരെന്താണ്? റൈബോസ് ഷുഗർ. ഫോസ്ഫേറ്റ് ഉണ്ട്, അതേപോലെ തന്നെ നൈട്രജൻ ബേസ് ഉണ്ട്. വ്യത്യാസങ്ങളൊന്നുമില്ല അല്ലെ? അതിൽ എന്ത് വ്യത്യാസം മാത്രം? നമ്മുടെ ഷുഗർ എന്തായിരിക്കും? റൈബോസ് ഷുഗർ ആയിരിക്കും. മറ്റോടത്ത് ഡിയോക്സി റൈബോസ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? റൈബോസ് ഷുഗർ ആയിരിക്കും. ഓക്കെ, ഇനി മോസ്റ്റ്ലി സിംഗിൾ സ്ട്രാൻഡ് ആണ്. എപ്പോഴും RNA എന്തായിരിക്കുള്ളൂ? ഒരൊറ്റ സ്ട്രാൻഡേ ഉണ്ടാവുള്ളൂ. ഒരൊറ്റ സ്ട്രാൻഡ്, ഇങ്ങനെ ഒരൊറ്റ സ്ട്രാൻഡ് മാത്രമായിട്ടുള്ളതാണ് ഏത്? RNA. പെട്ടെന്ന് മനസ്സിലാവും നമുക്ക് അല്ലെ? DNA ആണെങ്കിൽ 2 സ്ട്രാൻഡ് ഉണ്ടാവും, RNA ആണെങ്കിൽ എന്താണ്? ഒരൊറ്റ സ്ട്രാൻഡേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അടുത്തത് നൈട്രജൻ ബേസസ്. അതിലും ഒരു വ്യത്യാസമുണ്ട്. നൈട്രജൻ ബേസസ് 4 നൈട്രജൻ ബേസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. DNA ഏതൊക്കെയായിരുന്നു? അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ അല്ലെ? RNAയിലും 4 നൈട്രജൻ ബേസ് തന്നെ ഉള്ളൂ. പക്ഷെ ഒരാൾ അവിടെ ഇല്ല, അതിന് പകരം വേറൊരാളാണ് വന്നിരിക്കുന്നത്. നോക്കിയേ, അഡിനിൻ. അഡിനിൻ സാധാരണ ഇവിടെ വരുന്നത് എന്തായിരിക്കും? തൈമീന്നായിരിക്കും നമ്മൾ പറയാ അല്ലെ? പക്ഷെ ഇവിടെ തൈമീൻ ഇല്ല, പകരം ആര് വരും? യുറാസിൽ കയറി വരും. യുറാസിൽ. തൈമീന് പകരം ആര് വന്നു? യുറാസിൽ വന്നു. ബാക്കിയൊക്കെ സെയിം ആണ്, ഗ്വാനിനും സൈറ്റോസിനൊക്കെ. കണ്ട, അപ്പോ 4 നൈട്രജൻ ബേസസ് തന്നെയാണ് ആരിലും ഉള്ളത്? RNAയിലും ഉള്ളത്. പക്ഷേ അവിടെ ആര് വ്യത്യാസമുണ്ട്? തൈമിൻ ഇല്ല, പകരം ആരാണുള്ളത്? നമ്മുടെ യുറാസിൽ. അപ്പൊ RNAയിൽ മാത്രം കാണപ്പെടുന്ന നൈട്രജൻ ബേസ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് യുറാസിലാണ്. യുറാസിൽ എന്തിൽ മാത്രമേ ഉള്ളൂ? RNA മാത്രമേ ഉള്ളൂ. ഇനി DNAയിൽ മാത്രം കാണപ്പെടുന്ന നൈട്രജൻ ബേസ് ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? തൈമിൻ. പറഞ്ഞൂടെ? തൈമിൻ. തൈമിൻ DNA മാത്രമല്ലേ ഉള്ളൂ, RNAയിൽ വരുന്നുണ്ടാ? ഇല്ല. ഇന്നൊക്കെ ഇതെങ്ങനെയായിരിക്കും പെയർ ചെയ്യുന്നത്? അഡിനിൻ എപ്പോഴും ആരായിട്ട് പെയർ ചെയ്യുള്ളൂ? യുറാസിലായിട്ട് പെയർ ചെയ്യുള്ളൂ. ഇവിടെ നമ്മുടെ RNAയില്. DNA എന്തായിരിക്കും? അഡിനിൻ എപ്പോഴും തൈമിൻ ആയിട്ട് പെയർ ചെയ്യും. RNA വരുമ്പോ തൈമിന് പകരം ആരായിരിക്കും? യുറാസിൽ. അപ്പൊ അഡിനിൻ എപ്പോഴും യുറാസിലിനായിട്ട് പെയർ ചെയ്യും. ഇനി ഗ്വാനിൻ ആണെങ്കിൽ എന്തായിരിക്കും? സൈറ്റോസിൻ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? എപ്പോഴും പെയർ ചെയ്യുന്നത്. ഓക്കെ, ഡിഫറൻസ് മനസ്സിലായില്ലേ? സ്ട്രക്ചർ മനസ്സിലായില്ലേ? ഇനി അടുത്തതിലേക്ക് നോക്കാം.
അടുത്തതാണ് നമ്മൾ ഈ പറഞ്ഞ പഠിച്ച കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, കമ്പയർ ചെയ്തിട്ടുള്ളത്. നോക്കിയടാ, DNA യും RNA യും തമ്മിൽ കമ്പാരിസൺ നടത്തിയിരിക്കുകയാണ്. നമ്പർ ഓഫ് സ്ട്രാൻഡ്സ്, ഇഴകൾ എത്ര ഉണ്ട്? 2 ഇഴകൾ. RNA യിലാണെങ്കിൽ എന്തായിരിക്കും? ഒരേ ഒരു ഇഴ മാത്രമേ ഉള്ളൂ. ഇനി ടൈപ്സ് ഓഫ് ഷുഗർ മോളിക്യൂൾ ആണെന്നുണ്ടെങ്കിൽ ഡിയോക്സി റൈബോസ് ആണ്. RNA യിലാണെങ്കിൽ അതിന്റെ പേര് എന്താണ്? റൈബോസ് ഷുഗർ എന്നാണ്, പഞ്ചസാര എന്നാണ്. ഇനി ഏതൊക്കെയാണ് നൈട്രജൻ ബേസസ്? DNA യിലുള്ള നൈട്രജൻ ബേസസ് ഏതൊക്കെയാണ്? അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ. RNA യിലുള്ളതാണെങ്കിൽ അഡിനിൻ, തൈമിൻ പറയരുത്, ആരായിരിക്കും? യുറാസിൽ, സൈറ്റോസിൻ, ഗ്വാനിൻ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, സിമ്പിൾ ആയിട്ട് പഠിക്കണം നമ്മൾ കേട്ടാ. സിമ്പിൾ ആയിട്ട് നമ്മുടെ DNA സ്ട്രക്ചറും RNA സ്ട്രക്ചറും ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇന്ന് പഠിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ DNA RNA തമ്മിലുള്ള കമ്പാരിസണുമാണ് ഇന്ന് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. അപ്പോ ഓക്കെ, ബൈ.